നിങ്ങൾ നിശബ്ദരായിരിക്കുക. നമ്മൾ വിഷയം അത് തീർത്തിട്ട് ഇൻഷാ അല്ലാഹ് നോക്കൂ. ഒരു പേടിയും പേടിക്കണ്ട. പ്രമാണങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച അവരും നല്ല മനസ്സോടെ തന്നെയാണ് വന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിക്കുക. ലാസ്റ്റ് നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തന്നെ പോകണം. ഞാൻ ചോദിച്ചതിനുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ആ ഹദീസിന് ശേഷം ആരെങ്കിലും ആ ചോദ്യം ഏത് ആദ്യത്തെ ചോദ്യം? അതെ, ആദ്യത്തെ ചോദ്യം അതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാളാണ് ചോദിക്കട്ടെ. നിങ്ങൾ ചോദിക്കും, മറ്റുള്ളവരിക്കട്ടെ. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിന്റെ അവസരം കൊടുക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം മരിച്ചു കിടക്കുന്ന സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു എവിടെ മറ ചെയ്യണമെന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചോ എവിടെ മറ ചെയ്യണം എന്നുള്ള പ്രശ്നം? അതാ പുതിയ സംശയമുള്ളത്. നിങ്ങൾ സദസ് ഞാന് ഇൻഷാ അല്ലാഹ് അത് തീരുമാനാവാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ, നന്നായി ശ്രദ്ധിച്ചു. ഒരാള് അല്ല ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ അവര് ആ വിഷയം ഇങ്ങനെ പറഞ്ഞതാണ്. നിങ്ങളുടെ ഓഡിയൻസ് വളരെ കൃത്യമായി അച്ചടക്കം പാലിക്കും. ഈ ചോദ്യത്തിന് മറുപടി വരുന്നതിന് മുമ്പ് ഈ ഫസ്റ്റ് ചോദിച്ച ചോദ്യം ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത്. ഞാൻ അങ്ങനെ വിടുന്നില്ല, നിങ്ങൾ വിചാരിക്കേണ്ട. അവിടെ ഇരിക്കും. നിങ്ങളൊക്കെ അവിടെ ഇരുന്നു. അത് നമ്മളറിയാം. ഇവരുടെ ഈ ചോദ്യത്തിന്റെ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത്. സദസ്സും ഓഡിയൻസും ഒക്കെ അടങ്ങിയിരുന്നാല് ഇത് നമ്മൾ പറയും. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഈ ചോദ്യം. ഇതാണ് മുജാഹിദുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ സത്യം അംഗീകരിക്കാനുള്ള ഒരു മനസ്പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ സുഹൃത്തിനോട് പറയുന്നു, മനസ്സിലാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തായപ്പോ എന്ത് ചെയ്യണമെന്നത് അല്ല നമ്മുടെ വിഷയം. അതിന് സ്വഹാബത്തിന് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാം. അതൊക്കെ ചർച്ച നമുക്ക് വേണമെങ്കിൽ വരുത്താം. ഒരു തർക്കവുമില്ല. ഞാൻ അതിന് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സദസ്സ് ഇവിടെ കൂടിയത് ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ അത് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിയ ജനങ്ങളെ മുമ്പിൽ വലിയ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെയാക്കാൻ നിങ്ങളുടെ ആ ചോദ്യം കൊണ്ട് ഉപകരിച്ചു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ചോദിച്ചതെന്താ? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മറ്റൊരു നബിയോട് സഹായം തേടിയിട്ടുണ്ടോ, മരിച്ചവരോട് സഹായം തേടിയിട്ടുണ്ടോ എന്നതാണല്ലോ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. ഞാൻ പറയുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ശിർക്കാണെങ്കിൽ ഒരു നബിയും ചെയ്യൂല. ശിർക്കാണെങ്കിൽ ഒരാളും ചെയ്യൂല. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്ന ഈ സദസ്സിന്റെ ആവശ്യമാണത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, അത് നിങ്ങൾ തന്നെ വളരെറിയുന്നതാണ്. നമ്മൾ ആ മുനീർ മദനിൽ വരട്ടെ. ഇതൊക്കെ അയാൾ പറഞ്ഞു കേട്ടോളി. നബിതങ്ങൾ പോലും ശിർക്ക് ചെയ്യൂല. ഒന്ന് പറയിക്കുക ആളെ കൊണ്ട്. അല്ലാഹു പഠിപ്പിച്ചതാ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, നിങ്ങൾക്ക് വഹയി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അഖില പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമല് ബാത്തിലായി പോകും നബിയേ. നിസ്കാരം സ്വീകരിക്കപ്പെടില്ല നബിയേ, നോമ്പ് സ്വീകരിക്കപ്പെടില്ല നബിയേ, ഒരു അമലും സ്വീകരിക്കപ്പെടില്ല. മാത്രമല്ല വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ അങ്ങേയറ്റത്തെ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയേ. അപ്പോ മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അല്ലാഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയും, ഇതിന്റെ ഉത്തരമൊക്കെ ഞാൻ പറയും. പക്ഷേ ഇത് നിങ്ങളൊന്ന് സമ്മതിക്കണം. ഏത് സമ്മതിക്കണം? ഈസാ നബി ഈ ചെയ്തത് ശിർക്കാണോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞു തരണം. ജാറത്തിന്റെ സമീപത്ത് വന്ന് മഹാനായ നബി ഈസാ അലൈഹിസ്സലാം എന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചത് അത് ശിർക്ക്. ഞാൻ ബോധപൂർവ്വമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. അതിനെന്നെയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. എന്നെ സഹായിക്കണേ എന്ന അർത്ഥത്തിൽ വിളിച്ചത് അതിപ്പോ ശിർക്കാണോ അല്ലേ
ഹറാമല്ലേ, അത് നിങ്ങൾ ഈ സമൂഹത്തിനൊന്ന് പറഞ്ഞു കൊടുത്താൽ വിഷയം തീരും. അമ്പിയാക്കൾ ശിർക്ക് ചെയ്യോ ഇല്ലേ എന്നൊക്കെ ഞങ്ങൾ ചൂടാണ്ട മൈക്ക് തരും, അപ്പൊ നിങ്ങളാണ് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, ഓക്കെ, ഇനി മൈക്ക് ആയ കൊടുക്കും ആളെന്ന് പറയട്ടെ. ഇപ്പൊ ഇതിനാ മറുപടി, വേറൊന്നും ഞാൻ കേൾക്കണ്ട. ഇത് പറയും, പറഞ്ഞു ആ വിഷയം തന്നെ പറയണം. ആളാറിന് കുഴപ്പമില്ല, ഓഡിയൻസ് അടങ്ങിയിരിക്കണം. നമ്മളെ ഈ വിഷയം തന്നെ പറയണം, വേറെ വിഷയമാണ് നിങ്ങൾ തുടങ്ങണ്ട. ഇത് തുടങ്ങാൻ അവസരം തരും. തീരുമാനം വലിയ പ്രശ്നമൊക്കെ വരും. അത് തീരുമാനമായ ബാക്കി പറയാം. ഉസ്താദ് ഹദീസ് ഫുള്ളായിട്ട് വരും. ഫുള്ളായിട്ട് ഒരു അർത്ഥമൊക്കെയാണോ ആവശ്യം? അല്ല, അതിനു മുമ്പ് ഈസാ നബി ആകാശത്ത് നിന്ന് ഇറങ്ങി വരും, പന്നിയെ കൊല്ലും, കുരിശ് തകർക്കും. തീർച്ചയായിട്ടും അങ്ങനെ അതൊക്കെ നമ്മൾ ഇവിടെ കാഴ്ചകളെ കൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണം. അങ്ങനെ കൊല്ലിയ കുറിച്ച് അതാണ് വിഷയം. അതാണോ? അതേപോലെ തന്നെ തീർച്ചയായും എന്തായാലും ആ ചോദ്യം നല്ല ചോദ്യമാണ്. അതായത് എനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ചോദിക്കട്ടെ, അല്ല മൂപ്പര ചോദ്യത്തിന് ഒരു ചോദ്യമായി ഉത്തരം പറയും. അല്ല, നിങ്ങൾ ഞാൻ തരും, അവസരം തരേ. ഓഡിയൻസ് എന്ത് ഒരു കാരണവശാലും എഴുന്നേൽക്കരുത്. ഒരാൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമേ മാന്യ സുഹൃത്തുക്കൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടുള്ളൂ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുക. നിങ്ങൾക്ക് അവസരം തരും. ഞങ്ങളിവിടെ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സുബിഹി വരെ ഇരിക്കാൻ തയ്യാറാകുന്നു. ഒറ്റ വിഷയമാണ് ഞങ്ങളെ നിയമപാലകർ അനുവദിച്ച സമയം. അത് സുബി വരെ കിട്ടിയ സുബി വരെ ഇരിക്കും, ഒരു പ്രശ്നമില്ല. നിങ്ങൾ അവിടെ അടങ്ങിയിരുന്നോളൂ. ഇപ്പം മൂപ്പര് ചോദിച്ചത് എന്താ, പന്നിയെ കൊല്ലാൻ പറ്റുമോ, അതുപോലെ തന്നെ കുരിശ് തകർക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നു, അതെന്തായാലും ഈസാ നബി ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു അത് ശിർക്കല്ല. അത് ശിർക്കല്ല. കാരണം ഈസാ നബി അത് ചെയ്യുന്നു, ചെയ്തതോടെ ഒരു നബിന്റെ പ്രവർത്തനമായി, അത് നിർബന്ധമായും എന്ത് ചെയ്യുക, ശിർക്കല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി അത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉത്തരം തീർന്നിട്ടില്ല. പന്നിയെ കൊല്ലും എന്ന് പറഞ്ഞ സ്ഥലത്ത് അസ്കലാനി തങ്ങളതാ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്, പന്നിയെ കൊല്ലൽ അനുവദനീയമാണെന്ന് ഇതിൽ നിന്ന് കിട്ടുമെന്ന്. പേടിക്കണ്ട, അപ്പൊ അതൊക്കെ ഉണ്ട്, ഒരു വിഷയത്തിലില്ല. അപ്പൊ ഞാൻ പറയുന്നത് നന്നായി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ശിർക്കായ ഒരു പ്രവർത്തനം നമ്മളെ പിടുത്തപ്പോ അവിടെയല്ലേ, ശിർക്കായ ഒരു പ്രവർത്തനം നബിമാര് ചെയ്യുകയേ ഇല്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാ, ഞങ്ങളത് ഉറപ്പിക്കുന്നു. ഒരു ജാറത്തിന്റെ സമീപത്ത് വന്ന് വിളിക്കൽ ശിർക്കാണെങ്കിൽ അത് ചെയ്യൂല. അതാപ്പ ഞങ്ങളെ പിടുത്തം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതെന്നെ പറയണം. ഈ ഹരി തന്നെ ചർച്ച കൊടുക്കും. മൊയ്ലാർ പറഞ്ഞ മാതിരി ഈ ഹദീസ് തന്നെയാണ് ചർച്ച. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ ജനങ്ങളെ മുഴുവൻ ശിർക്ക് ചെയ്യിക്കാനുള്ള പരിപാടി അല്ല. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തിട്ട് ഈസാ നബി ചോദിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞത്. അതല്ലേ ഞാനല്ല ഹദീസിൽ പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? പ്രവാചകന്മാരാണ്. ഒരു മിനിറ്റ്, ഇനി പറഞ്ഞ് കഴിഞ്ഞാൽ ഷാന്നും കൂന്നൊക്കെ പറയും. എന്താ വെച്ചാൽ ജനങ്ങൾക്ക് അല്ലല്ല അങ്ങനല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് തന്നെ പിടിക്കുന്നു. ഒന്ന് ചോദിക്കട്ടെ. ഒരു മണിക്കൂർ പറഞ്ഞിട്ട് 5 മിനിറ്റ് തരുന്നത്. അപ്പൊ പറയുമ്പോൾ ചോദിക്കട്ടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. പ്രവാചകനോട് ചോദിക്കും അല്ലെ, എന്താണ് പറയുന്നത്? അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആൾക്കാരെ ജീവിപ്പിച്ചിട്ടില്ലേ? ആരാണ് അത് ജീവിപ്പിച്ചത്? ഈസാ നബി അലൈഹി സ്വലാത്തു. ഒരു മിനിറ്റ്, അതൊന്ന് ബന്ധപ്പെട്ട് പറയട്ടെ. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണെന്നും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് അംഗീകരിച്ച് ജീവിക്കണമെന്ന് മാനവ ലോകത്തെ പഠിപ്പിക്കുവാൻ പ്രവാചകനാണ്. ഒരു മിനിറ്റ്, പ്രവാചകനാണ് എന്നുള്ള മുഅ്ജിസത്താണ് ആര്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്. അതുപോലെ തന്നെ ആ പ്രവാചകൻ തന്നെയാണ് ഈ പറഞ്ഞ സമയത്ത് അവസാന നാളിൽ വരുന്ന കാര്യം അത് പറയുന്നത്. അവസാന നാളിൽ പറയുന്നത് അതങ്ങനെ ശിർക്കാകുക. പ്രവാചകന്മാർ പറയുന്നേക്ക്, അതായത് പ്രവാചകന്മാർ ചെയ്യുന്ന മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. അതായത് ഒരു മിനിറ്റ്